സ്റ്റാറ്റസ് ഇടുന്നതിനായി പലപ്പോഴും നമ്മൾ പല ആപ്ലിക്കേഷൻ്റെയും പുറകെ പോകാറുണ്ട്. ഇത്തരം ആപ്ലിക്കേഷനുകൾ നമ്മളെ കൊണ്ട് പലപ്പോഴും പല ചതിക്കുഴികളിൽ കൊണ്ടാക്കുകയും അനാവശ്യമായിട്ടുള്ള നമ്മുടെ ഫോണുകളിലേക്ക് വൈറസുകളും മറ്റും കടന്നു കയറാനും മറ്റും സാഹചര്യമൊരുക്കും. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ തന്നെ നമ്മുടെ സ്റ്റാറ്റസുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനായി നമ്മുടെ ഫയൽ മാനേജർ വഴി ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫയൽ മാനേജർ വഴി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിളിൻ്റെ ഫയൽ മാനേജർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതിനായി നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഫയൽസ് ബൈ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മുകളിലായി ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് കാണിക്കും. ഇങ്ങനെ കാണിക്കുകയും നിങ്ങൾ കാണാം ഫയൽസ് ബൈ ഗൂഗിൾ എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും കാണിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇതെടുക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റു പല ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഫയൽ മാനേജറുകളിൽ ഇത് കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ അത് കൃത്യമായി കിട്ടുന്നതിനാണ് ഈ ആപ്ലിക്കേഷൻ തന്നെ എടുക്കണമെന്ന് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും താഴെയുള്ള സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോയതിന് ശേഷം ഇവിടെയായി കുറച്ച് താഴേക്കുള്ള ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് ഇതുപോലെ നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കണം. ഇതുപോലെ ഓൺ ചെയ്ത് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്തായി നമുക്ക് ഈ ഒരു മെയിൻ ഫോൾഡറിലേക്കായിരിക്കും വരിക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് താഴേക്കുള്ള ആ ഇന്റേണൽ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മളൊന്ന് വരിക. ഈ ഇന്റേണൽ സ്റ്റോറേജിൽ വന്നതിന് ശേഷം ഇവിടെയായി നിങ്ങൾക്ക് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. നമ്മൾ ആൻഡ്രോയിഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയായി കാണുന്ന ആ മീഡിയ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. ഇതിൽ നിന്നും നമുക്ക് കാണാം com.whatsapp എന്ന് പറയുന്ന ഒരു സെക്ഷൻ കിടക്കുന്നത്. നമ്മൾ ആ com.whatsappലേക്ക് ക്ലിക്ക് ചെയ്ത് അവിടെയായി വാട്സാപ്പ് എന്ന് ഓപ്പൺ ആയി വരും. തുടർന്ന് നമ്മൾ ആ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയായി കുറച്ചധികം ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും കുറച്ചുകൂടി താഴേക്ക് വരുമ്പോൾ ഇവിടെയായി കാണുന്ന ആ മീഡിയ എന്നുള്ളതിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഈ മീഡിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയായി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ 5 മിനിറ്റ് മുമ്പേ ഞാൻ കണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിലിപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 24 മണിക്കൂറിനകത്തുള്ളത് മാത്രമേ ഇവിടെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. അതായത് ഒരാളുടെ സ്റ്റാറ്റസ് കിടക്കുന്ന സമയത്തുള്ളത് മാത്രമേ ഇവിടെ കാണുവാൻ സാധിക്കൂ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ട അതെല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ നമുക്കത് പരിശോധിക്കാം. ഞാൻ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ 24 മണിക്കൂറിനകത്ത് കണ്ടിട്ടുള്ള എല്ലാ സ്റ്റാറ്റസുകളും ഇവിടെയായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെന്നുള്ള സ്റ്റാറ്റസ് ഏതാണെന്ന് നോക്കിയിട്ട് അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഈ പ്ലേ ചെയ്യുന്നതിന് തന്നെ നമുക്കിവിടെ നിന്നും ഷെയർ ചെയ്ത് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കുന്നതിനും നമ്മുടെ സ്റ്റാറ്റസായി വയ്ക്കുന്നതിനുമെല്ലാം ഇവിടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മൈ സ്റ്റാറ്റസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസായിട്ടും ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ള ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ഫയൽ മാനേജർ എന്ന് പറയുന്ന വളരെ വിശ്വസിക്കാവുന്ന ഗൂഗിളിന്റെ തന്നെ ആ ഒരു ഫയൽ മാനേജർ വഴി ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായി എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ നിങ്ങൾ മറ്റുള്ളതിന്റെ പുറകെ ഒരിക്കലും പോകരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാരും കൂടി അറിവൊന്ന് ഷെയർ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് നാളെ കാണാം.